മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം ദൃശ്യം 3 മലയാളം പതിപ്പ് ഏപ്രിൽ ആദ്യവാരം തിയേറ്ററുകളിലെത്തുമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് തീയതി സംബന്ധിച്ച് നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം ഇതോടുകൂടി വിരാമമായിരിക്കുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ജിത്തു ജോസഫ് ഈ വിവരം പങ്കുവച്ചത്. ദൃശ്യം ഒരുപാട് ആളുകളെ സ്വാധീനിച്ച ഒരു സിനിമയാണെന്നും അതിന്റെ വലിയൊരു ഭാരം തന്റെ ഉള്ളിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രം ഏപ്രിൽ ആദ്യവാരം തിയേറ്ററുകളിൽ കാണാമെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തിരുന്നു. ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസ് പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ദൃശ്യം 3ന്റെ ഹിന്ദി റീമേക്ക് ഒക്ടോബർ 2 റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നത്. അഭിഷേക് ബച്ചൻ നായകനാകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അഭിഷേക് പഥക്കാണ്. മലയാളം പതിപ്പിന്റെ ചിത്രീകരണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസും അവരുടെ പങ്കാളികളായ പെൻ മൂവീസും ചേർന്ന് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ഈ അവസരത്തിൽ മോഹൻലാൽ പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ജോർജ് കുട്ടി വർഷങ്ങളായി തന്റെ ചിന്തകളിലും പ്രേക്ഷകരുടെ വികാരങ്ങളിലും തുടരുന്ന കഥാപാത്രമാണെന്നും പുതിയ രഹസ്യങ്ങളുമായി പഴയൊരു സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടുന്നത് പോലെയാണ് അയാളിലേക്ക് വീണ്ടും പോകുന്നതെന്നുമാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത്. ദൃശ്യം 3 മുൻപായി തന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന മറ്റൊരു ചിത്രമായ വലതുവശത്തെ കള്ളൻ ജനുവരി 30 തിയേറ്റർ റിലീസ് ചെയ്യുമെന്നും ജിത്തു ജോസഫ് അറിയിച്ചിട്ടുണ്ട്. നല്ല ഒരു സിനിമയായിരിക്കുമെന്നും തനിക്ക് അതിൽ നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ജിത്തു ജോസഫ് പ്രതികരിച്ചിരുന്നു.